നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന ആവശ്യം. ബിജെപി സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. കേരളം അധോലോക സംഘത്തിന്റെ കേന്ദ്രമാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. അതിൽ ഒന്നാം പ്രതി ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണെന്നും കൃഷ്ണദാസ്. പ്രസിദ്ധമായ ആലപ്പുഴ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കം. പുതുമന ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന ആവശ്യം. ബിജെപിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തി. ആയിരക്കണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു. സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ബിജെപിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിന്റെ ഭാഗമായാണ് ആലപ്പുഴ കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തിയത്. ടൗൺ ഹാൾ പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും. കേരളം ഒരു സ്വർണ്ണക്കടത്ത് കേന്ദ്രമാണ്, കേരളം ഹവാലാക്കടത്ത് കേന്ദ്രമാണ്, കേരളം രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ്, തീവ്രവാദ സംഘടനയുടെ ആസ്ഥാനമാണ് കേരളം എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണവും മുഖ്യമന്ത്രി അൻവറിനെതിരെ ഉന്നയിച്ച ആരോപണവും നാം വിലയിരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ എല്ലാ കേസുകളിലും ഒന്നാം പ്രതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കേരളം ഒരു അധോലോക സംഘത്തിന്റെ കേന്ദ്രമായി അധപ്പതിച്ചെങ്കിൽ, കേരളം സ്വർണ്ണക്കടത്തിന്റെയും ഹവാലാക്കടത്തിന്റെയും രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെയും തീവ്രവാദ സംഘടനയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഒന്നാം പ്രതി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി തലസ്ഥാനം രാജിവെക്കുകയും പുതിയ ജനവിധി തേടണമെന്നും മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പേരിൽ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. കേരളം ഒരു അധോലോക സംഘത്തിന്റെ കേന്ദ്രമായി മാറിയെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു. ഒന്നാം പ്രതി ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും LDF സർക്കാർ പുതിയ ജനവിധി തേടണമെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. ബിജെപി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ നേതാക്കളായ വിമൽ രവീന്ദ്രൻ, പന്തളം പ്രതാപൻ, വെള്ളിയാകുളം പരമേശ്വരൻ, അരുൺ, അനിരുദ്ധൻ, PK ബിനോയ് ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കളക്ടറേറ്റിലേക്കും ബിജെപിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വർണം കടത്തലാണ് മുഖ്യമന്ത്രിയുടെ ജോലിയെന്ന് രാധാകൃഷ്ണൻ ആരോപിച്ചു. മുഖ്യമന്ത്രി ശശിയുടെ മാമയായി പ്രവർത്തിക്കുന്നു. PV അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, TN ഹരികുമാർ, നോബിൾ മാത്യു തുടങ്ങിയവരും മാർച്ചിൽ പങ്കാളികളായി. ആലപ്പുഴ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്.
കൊടിയേറ്റോടനുബന്ധിച്ച് പുലർച്ചെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം എന്നിവ നടന്നു. കൊടിയേറ്റിന് ശേഷം നടന്ന മഹാപ്രസാദമൂട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തിഗാനമേള, നൃത്തനൃത്യങ്ങൾ, ഓട്ടംതുള്ളൽ, തിരുവാതിര, കൈകൊട്ടിക്കളി തുടങ്ങിയ പരിപാടികൾ നടക്കും. ഒക്ടോബർ 13 ഞായറാഴ്ച ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ശ്രീ സൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. SNDP യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന യാഗത്തിന്റെ സ്വാഗത സംഘം ഓഫീസിന് പഴമയുടെ തിളക്കം. യാഗത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ പഴമയുടെ തനിമയോടെയാണ് സ്വാഗത സംഘം ഓഫീസ് ഒരുക്കിയിരിക്കുന്നത്. തെങ്ങിൻതടിയിൽ പഴയകാല വീടിന്റെ മാതൃകയിൽ വാസ്തുശാസ്ത്രപ്രകാരമാണ് നിർമ്മാണം. മേൽക്കൂരയിൽ ഓലമേഞ്ഞ് വശങ്ങൾ ഓലയും പനമ്പും പാകി മറച്ചിരിക്കുന്നു. പൗരാണികതയുടെ ഛായ പകരുന്ന തരത്തിൽ റാന്തൽ വിളക്കും മറ്റും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. SNDP യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് തിരുത്തുവാനായിട്ട് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഇതറിയുന്നവർ തെറ്റിക്കാൻ പാടില്ല. അറിയാത്തവരെ സംബന്ധിച്ച് സൗഭാഗ്യ ലക്ഷ്മി യാഗമെന്നോ, ചുരുക്കപ്പേരിൽ യാഗമെന്നോ, ലക്ഷ്മി യാഗമെന്നോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്ത്രിയൊക്കെ പുഷ്പാഞ്ജലിയൊക്കെ ഗുരുപുഷ്പാഞ്ജലിയൊക്കെ പറയുമ്പോൾ ഓം ശ്രീനാരായണ പരമഗുരു എന്നേ പറയുള്ളൂ. ബാക്കിയൊക്കെ അദ്ദേഹം ചിന്തിക്കുള്ളൂ. കാരണം അറിവില്ലാത്തവർക്ക് സ്വാഭാവികമായിട്ടും അറിയുവാനുള്ള ഒരിടമാണ്. അതുകൊണ്ട് ഇതിനകത്ത് അഥവാ ഉച്ചരിക്കുമ്പോൾ അല്പം തെറ്റു വന്നു പോയത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവിടെ വന്നിരിക്കണം. കാരണം മുഴുവൻ ആൾക്കാരും ഇവിടെ സമ്മേളിക്കുന്നത് പലതരത്തിലുള്ള, നമ്മൾ സാധാരണ സമ്മേളിക്കുന്നത് ഒരു പ്രവർത്തനം അല്ലെങ്കിൽ വിലയിരുത്താനാണെങ്കിൽ ഇവിടെ ഈ യാഗത്തിലൂടെ നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്. മനുഷ്യരുടെ വലിയൊരു കൂട്ടായ്മ വരുമ്പോൾ ആ മനുഷ്യരുടെ ഉള്ളിലുള്ള മനസ്സിനെ ഒന്ന് സ്വാംശീകരിച്ചിട്ട് അതിനെ നമ്മളിപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ വീട് വൃത്തിയാക്കും, ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ നവംബർ 1 തൊട്ട് 10 ദിവസം നാം ഫ്രീ ആകുകയാണ്. എന്തിനു വേണ്ടിയാ? നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം മാറ്റിക്കളയുന്നതിനാണ് യാഗം നടത്തുന്നത്. സംഘാടക സമിതി ചെയർമാൻ അനിൽകുമാർ അഞ്ചംതറ അധ്യക്ഷത വഹിച്ചു. പടിഞ്ഞാറെ കൊട്ടാരം ക്ഷേത്രം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ, തൈക്കൽ കുര്യാൻപറമ്പ് ഖണ്ഡാകരണം ക്ഷേത്രം സെക്രട്ടറി സുരേഷ് ബാബു കോനാട്ടുശ്ശേരി, മഹേശ്വരിപുരം ഭദ്രകാളി ക്ഷേത്രം സെക്രട്ടറി രാജീവ് തുടങ്ങി സംഘാടക സമിതി ഭാരവാഹികളും ഭക്തജനങ്ങളുമടക്കം നിരവധി പേർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി. നവംബർ 1 മുതൽ 10 വരെ നടക്കുന്ന യാഗത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത്. പടിഞ്ഞാറെ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിജയദശമി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ദേവീഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കം. NSS ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഭദ്രദീപ പ്രകാശനത്തിന് ശേഷം ദേവസ്വം പ്രസിഡന്റ് N ഗോപാലകൃഷ്ണൻ നായർ വിഭവ സമാഹരണം നടത്തി. തുടർന്ന് യജ്ഞാചാര്യൻ വള്ളിക്കീഴ് ഗംഗാധരൻ നായർ ദേവീഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി. പുലിയില വിഷ്ണു ശർമ്മയാണ് യജ്ഞഹോതാവ്. ഒക്ടോബർ 13 രാവിലെ 7:30-നും 8:30-നും മധ്യയാണ് വിദ്യാരംഭം കുറിക്കൽ. ക്ഷേത്രം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ, സെക്രട്ടറി DN ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. കേരളത്തിലെമ്പാടും ഭാരതത്തിലെമ്പാടും ഇന്ന് നവരാത്രി മഹോത്സവം ഇന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ നവാഹവും ആരംഭിക്കുന്നു. ഇതുപോലുള്ള ചടങ്ങുകളാണ്, ഭക്തിനിർഭരമായ ചടങ്ങുകളാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ജീവിക്കാനും മുന്നോട്ട് പോകുവാനും സഹായിക്കുന്നത്. നിരവധി പുരോഗതികൾ, ടെക്നോളജി ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടായി എങ്കിൽ തന്നെയും, വലിയ വീടുകളിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും, എയർ കണ്ടീഷൻ മുറിയിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ആളുകൾക്ക് ശാന്തമായി ഉറങ്ങുവാനോ അതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഭക്തിനിർഭരമായ ചടങ്ങുകളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ ലഭിക്കുന്നത്. വിചിത്രവീരന് ക്ഷയരോഗം ബാധിച്ചു. ഈ ക്ഷയരോഗം ബാധിച്ചിരുന്നത് കൊണ്ട് കാശി രാജാവിൻ്റെ അവിടെ കൊട്ടാരത്തിൽ വിവാഹം നടക്കുന്ന സമയത്ത്, സ്വയംവരം നടക്കുന്ന സമയത്ത് അംബിക, അംബാലിക എന്ന 3 കന്യകമാർക്ക് സ്വയംവര മണ്ഡപത്തിലേക്ക്
ഹസ്തിനപുരത്തെ ക്ഷണിച്ചില്ല. ഭീഷ്മരവിടെ ചെല്ലുന്നു. ഭീഷ്മരവിടെ ചെന്നിട്ട് ഇവരെ ആവശ്യപ്പെടുകയാണ്. ബലാത്കാരമായിട്ട് മറ്റുള്ള ഇവരെ സ്വയംവര മണ്ഡപത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുപോരുന്നു, വിചിത്രവീരൻ്റെ ഭാര്യമാരാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിചിത്രവീരൻ്റെ ഭാര്യമാരാക്കി അവിടെ താമസിച്ചിരിക്കുന്ന സമയത്ത് അംബ പറയുന്നു, ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കയ്യിലിരുന്ന വർണ്ണമാല്യം ഞാൻ സാൽവനെ മനസ്സാ വരിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നു. പള്ളിപ്പുറം ശ്രീ കടമ്പനാകുളങ്ങര മഹാദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കം. 13-ാം തീയതി വിദ്യാരംഭ ചടങ്ങുകളുടെ യജ്ഞം സമാപിക്കും. അഡ്വക്കേറ്റ് ASP കുറുപ്പ് ഭദ്രദീപം തെളിച്ചു. SNDP പാണാവളി മേഖലാ കമ്മിറ്റി ചെയർമാൻ KL അശോകൻ അധ്യക്ഷത വഹിച്ചു. യജ്ഞാചാര്യൻ പുന്നപ്പറ കൃഷ്ണാറാം ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി. ഗായത്രി പൂജ, വിജ്ഞാന പ്രഭാഷണം, നവദുർഗാ പൂജ, സർവൈശ്വര്യ പൂജ എന്നിവ വിവിധ ദിവസങ്ങളിലായി നടക്കും. മഹാനവമി ദിനത്തിൽ നടക്കുന്ന മണിദീപ പ്രകാശനം നടൻ ഗിന്നസ് പക്രു നിർവഹിക്കും. ഒക്ടോബർ 13-ന് വിദ്യാരംഭത്തോടെ ചടങ്ങുകൾ സമാപിക്കും. മുഹമ്മ KE കാർമൽ സ്കൂളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗണിത ശാസ്ത്രമേള സംഘടിപ്പിച്ചു. ജില്ലയിലെ തന്നെ ആദ്യത്തെ മാത്സ് എക്സിബിഷനാണ് സ്കൂൾ വേദിയായതെന്ന് പ്രിൻസിപ്പൽ ഫാദർ സാംജി വടക്കിടം പറഞ്ഞു. നമ്മുടെ എല്ലാം കുഞ്ഞുനാളിൽ കണക്ക് എന്നും എപ്പോഴും നമുക്ക് പ്രശ്നമായിരുന്നു. അധ്യാപകർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തല്ല് കിട്ടുന്ന കണക്ക് പഠിക്കാനുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് മുഹമ്മ KE കാർമൽ CMI സ്കൂള് വളരെ രസകരമായി മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചേർക്കുവാനുള്ള പരിശ്രമത്തിലാണ്. ഇന്നേ ദിവസം മാത്തമാറ്റിക്സിൻ്റെ എക്സിബിഷൻ ആലപ്പുഴയിൽ ആദ്യമായി നടത്തപ്പെടുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ പ്രവൃത്തി പരിചയം അവിടെ തെളിയിക്കുകയാണ്. നമ്മുടെ അധ്യാപകർ മികവുറ്റ രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ അതിനുവേണ്ടി നയിക്കുകയുണ്ടായി. ഇന്നേ ദിവസം ആയിരങ്ങളാണ് ഈ എക്സിബിഷൻ കാണാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നത്. അന്യനാടുകളിൽ നിന്നും ഈ എക്സിബിഷൻ കാണാൻ വേണ്ടി എത്തുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം കൂട്ടുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഗണിത ശാസ്ത്രമേള ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജിലെ ഗണിത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ബിനീത ബെന്നി ഉദ്ഘാടനം ചെയ്തു. KG മുതൽ 11 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളാണ് ഈ മേളയിൽ തങ്ങളുടെ ഗണിത വിസ്മയങ്ങൾ കാഴ്ചവെച്ചത്. സ്റ്റിൽ മോഡലുകൾ, വർക്കിംഗ് മോഡലുകൾ, ചാർട്ടുകൾ, ഗെയിം കോർണർ തുടങ്ങി വ്യത്യസ്തവും ആകർഷകവുമായ മോഡലുകൾ കുട്ടികൾ പ്രദർശിപ്പിച്ചു. ഗണിത പഠനം കൂടുതൽ സുഗമവും രസകരവുമാക്കാൻ ഇത്തരം മേളകൾ സഹായകമാകും എന്നതിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു ഈ വേദി എന്നതിൽ സംശയമില്ല. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ദേശീയ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഏജന്റുമാർ രാജ്യവ്യാപകമായി പ്രതിഷേധ ധർണ നടത്തി. ചേർത്തല LIC ഓഫീസിന് മുന്നിൽ നടന്ന സമരം ഡിവിഷൻ വൈസ് പ്രസിഡന്റ് KV ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് N ഉഷ അധ്യക്ഷത വഹിച്ചു. R രാജൻ, G സുമംഗല, D അനിൽ, മോളി വർഗീസ്, NS രേണുക, B സോമനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ സമര പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചേർത്തല ബ്രാഞ്ചിലും ഇതുപോലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇവിടെ സ്വാഗത പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ LIC ഏജന്റുമാരെ അവരെ തകർക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ LIC മാനെ വേണ്ടി കടന്നു പോകുന്നത്. പ്രൊഡക്റ്റ് റീഫൈലിംഗ് എന്ന പേര് പറഞ്ഞുകൊണ്ട് LIC പുതിയ ഒരു സമ്പ്രദായം കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കിരാതമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഏജൻറ്റ്സ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതൊരു സൂചനാ സമരമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം ഓൾ ഇന്ത്യ തലത്തിൽ LIC ഏജന്റുമാരുടെ ഏറ്റവും കൂടുതൽ 1956 മുതൽ LIC ഏജന്റുമാരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഇന്ന് LIC എന്നുള്ള ഈ വലിയ വടവൃക്ഷം ഏതാണ്ട് 40 ലക്ഷം കോടി രൂപയുടെ ആസ്തിയായി വളർന്നു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് LIC ഏജന്റുമാരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ്. വൈക്കം കുലശേഖരമംഗലം ഗവൺമെന്റ് GHSSലെ കലോത്സവം വർണ്ണാഭമായി. ഹൃദ്യം 2024 എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS പുഷ്പമണി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൃദ്യം 2024 സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു.
പ്രശസ്ത സിനിമാ പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി മുഖ്യ അതിഥിയായിരുന്നു. പാട്ടുപാടിയും സിനിമാ താരങ്ങളെ അനുകരിച്ചും വൈക്കം വിജയലക്ഷ്മി കലോത്സവവേദി ശ്രദ്ധേയമാക്കി. അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളമാവേ കഥ കേട്ട് കിളി പോട്ട് മാറി ചൂടി ഉറങ്ങ കുഞ്ഞി കളരാതെ ഓമൻ തിരിയോടെ കൊഞ്ചി കളിയാടി വളരും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള മികച്ച താരങ്ങളെ സമ്മാനിച്ചതാണ് വൈക്കം കുലശേഖരമംഗലത്തെ ഈ വിദ്യാലയം. PTA പ്രസിഡന്റ് P. ബാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫ് പോലീസ് P. രാജ്കുമാർ, എറണാകുളം DYSP KG അനീഷ്, അധ്യാപിക മലയാള പുരസ്കാരം നേടിയ ശ്രീജ PH എന്നിവരെ വൈക്കം വിജയലക്ഷ്മി ഉപഹാരം നൽകി ആദരിച്ചു. മറവന്തുരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രീതി, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PR സലില, ബിന്ദു പ്രദീപ്, പോൾ തോമസ്, പ്രിൻസിപ്പൽ അനിത N, HM വിജയലക്ഷ്മി, P. രാജേന്ദ്രപ്രസാദ്, അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കരിമണൽ ഖനനവും സീ വാഷിംഗും ഉടൻ അവസാനിപ്പിക്കണമെന്ന ആവശ്യം SUCI കമ്മ്യൂണിസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. SUCI കമ്മ്യൂണിസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ സെക്രട്ടറി S. ലാൽ ഉദ്ഘാടനം ചെയ്തു. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെയാണ് നിയമവിരുദ്ധമായി ഈ പ്രവർത്തനം നടക്കുന്നതെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സുപ്രീം കോടതിയിലെ കേസിൽ അവർ ഫയൽ ചെയ്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ഇത് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തടയുന്നില്ല എന്ന് ചോദിച്ചാൽ, കേന്ദ്ര സർക്കാരിന്റെ ഇപ്പൊ പോളിസി നമുക്കറിയാം. ബ്ലൂ എക്കോണമി എന്ന പേരിൽ ഒരു പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് കരിമണലും കടൽ മണലും എല്ലാം ഖനനം ചെയ്യുന്നതിന് സ്വകാര്യ മേഖലയ്ക്ക് അനുവദിക്കുന്നതിനെ കുറിച്ചാണ് ആ പോളിസി പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പോളിസികളെ കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടത്തില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി ചെയർമാൻ S. സുരേഷ് കുമാർ, ജില്ലാ ഓഫീസ് സെക്രട്ടറി T. മുരളി, R. അർജുനൻ, B. ഭദ്രൻ, KJ ഷീല, അഡ്വക്കേറ്റ് MA ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ജില്ലാ നേതാക്കളായ NK ശശികുമാർ, KR ഓമനക്കുട്ടൻ, PR സതീശൻ, KP മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പുഴ പൂന്തോപ്പ് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ ഇടവക തിരുനാളിന് തുടക്കം. വികാരി ഫാദർ ജോസ് പാറശ്ശേരിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഈ നാട്ടിലെ നാനാജാതി മതസ്ഥര് മതഭേദമന്യേ വന്ന നേർച്ചയിൽ പങ്കുകൊണ്ട് വിശുദ്ധൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് അവരുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്ന പതിവുള്ള ഒരു ദേവാലയം. ഉച്ചകഴിഞ്ഞത്തെ ആഘോഷമായ തിരുനാൾ കുർബാന റാസ കുർബാനയ്ക്ക് ശേഷം അടുത്തുള്ള ആശ്രമം ജംഗ്ഷനിലെ കുരിശടിയിലേക്കും തുടർന്ന് വടക്ക് ഭാഗത്ത് യൂദാ തദേവുസിൻ്റെ വിശുദ്ധൻ്റെ നാമത്തിലുള്ള കുരിശടിയിലേക്കും പ്രദക്ഷിണം നടത്തി തിരിച്ച് ദേവാലയത്തിലെത്തുന്നതോടുകൂടി പ്രധാന തിരുനാൾ ദിനത്തിലെ ആഘോഷങ്ങൾ സമാപിക്കും. തുടർന്ന് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ 8-ാം ഇടം ഒക്ടോബർ 13-ാം തീയതി ഞായറാഴ്ച അതോടുകൂടി കൊടിയിറക്കി തിരുനാളിന് സമാപനം കുറിക്കും. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ബിനിൽ പഞ്ഞിപ്പുഴ വചന സന്ദേശം നൽകും. വൈകിട്ട് 3-ന് ആഘോഷമായ റാസ കുർബാന നടക്കും. തത്തമ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയൽ പുന്നശ്ശേരി പ്രസംഗിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടക്കും.
ചരവാർത്ത. കടക്കരപ്പള്ളി പഞ്ചായത്ത് 4-ാം വാർഡ് തങ്കി പെരുവേലിൽ സൈബു ആന്റണി നിര്യാതനായി. 49 വയസ്സായിരുന്നു. CPI കടക്കരപ്പള്ളി ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി, അസംഘടിത തൊഴിലാളി യൂണിയൻ AITUC ജില്ലാ സെക്രട്ടറി, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന ആവശ്യം. BJP സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. കേരളം അധോലോക സംഘത്തിന്റെ കേന്ദ്രമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. അതിൽ 1-ാം പ്രതി ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണെന്നും കൃഷ്ണദാസ്. പ്രസിദ്ധമായ ആലപ്പുഴ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കം. പുതുമന ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.